ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോവല്ലേ. ഇന്ന് ബിഗ് ബോസിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് നമുക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാം. ബിഗ് ബോസ് നൽകിയ പോടിയിടത്തിൽ പേര് എഴുതിയ 20 ബോളുകൾ ക്രമീകരിക്കാൻ സാധിക്കുന്നവർ രക്ഷപ്പെടുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരാൾ കൂടി പടിയിറങ്ങി. കഴിഞ്ഞ ആഴ്ചയിലെ എവിക്ഷനാണ് ബുധനാഴ്ച എപ്പിസോഡിൽ നടന്നത്. കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ ഫാമിലി വീക്ക് ആയതിനാൽ ലാലേട്ടൻ എത്തിയിരുന്നില്ല. തുടർന്ന് ലാലേട്ടൻ്റെ ജന്മദിനാഘോഷം അടക്കം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ലാലേട്ടൻ എത്തി. ഇതിൽ ബുധനാഴ്ചയാണ് എവിക്ഷൻ നടന്നത്. അഭിഷേക്, ജാസ്മിൻ, ജിൻഡോ, അർജുൻ, അൻസിബ, അപ്സര, കൃഷി, ശ്രീതു, രശ്മിൻ എന്നിവരാണ് എവിക്ഷനിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും രശ്മിനാണ് ബിഗ് ബോസ് ഷോയിൽ നിന്നും വിട വാങ്ങിയത്. കോമണറായാണ് ബിഗ് ബോസിലേക്ക് രശ്മിൻ ബായ് വന്നതെങ്കിലും അതിവേഗം വീട്ടിൽ ഒരു പ്രധാന അംഗമായി മാറി 70 ദിവസത്തോളം നിന്ന ശേഷമാണ് ബിഗ് ബോസ് സീസൺ 6 വിട പറയുന്നത്. ബിഗ് ബോസ് നൽകിയ പോഡിയത്തിൽ പേര് എഴുതിയ 20 ബോളുകളും ക്രമീകരിക്കാൻ സാധിക്കുന്നവർ രക്ഷപ്പെടും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അഭിഷേക്, ജിൻഡോ, ശ്രീതുവും ആദ്യവും പിന്നാലെ അപ്സര, അൻസിബ, കൃഷി എന്നിവർ സേവായി. പിന്നാലെ രശ്മിൻ, ജാസ്മിനുമാണ് അവശേഷിച്ചത്. അവസാന ഘട്ടത്തിലെ ബോളുകൾ എത്തിയപ്പോൾ രശ്മിന് 20 ബോളുകൾ കിട്ടിയില്ല. ഇതോടെ രശ്മിൻ പുറത്തായി. ബിഗ് ബോസ് മലയാള റിയാലിറ്റി ഷോയുടെ 6ാം സീസണിൽ 2 കോമണേഴ്സാണ് എത്തിയത്. പൊതുജനങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത മത്സരാർത്ഥിയായിരുന്നു അവർ. അതിൽ ഒരാളായിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ രശ്മിൻ ബായ്. കൊച്ചി സ്വദേശിയായ രശ്മിൻ ബായ് ഷോയിൽ കോമണറായി എത്തിയെങ്കിലും വിവിധ ഇടപാടുകളിലൂടെ ശക്തമായ മത്സരാർത്ഥിയായി മാറി. സെന്റ് തെരേസാസ് കോളേജിൽ അധ്യാപികയാണ് ഇവർ. അറിയപ്പെടുന്ന ഒരു കബഡി താരവുമാണ്. കബഡിയിലുള്ള താൽപ്പര്യത്തിലാണ് +2 ശേഷം രശ്മിൻ ബായ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠനത്തിലേക്ക് തിരിഞ്ഞതും കായിക അധ്യാപികയായി മാറാൻ ശ്രമിച്ചതും. എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ സ്വന്തമായ സ്ഥാനം ഉണ്ടാക്കിയതിനു ശേഷമാണ് രശ്മിൻ വിട വാങ്ങുന്നത്. ഓക്കെ, ബൈ.